നമസ്കാരം. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ മീമന്ദർ വനമേഖലയിൽ ഏതാനും ദിവസങ്ങളായി കാറ്റിന് പോലും ഭാരമായിരുന്നു. ആഴമേറിയ വനത്തിനുള്ളിൽ കോടമഞ്ഞും ഇരുളും മറയാക്കി നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തെ തകർക്കാൻ വന്ന ഒരു പിശാചിന്റെ അന്ത്യം കുറിക്കുകയായിരുന്നു നമ്മുടെ ധീര ജവാന്മാർ. പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ലഷ്കർ ഇ തോയ്ബയുടെ പേടി സ്വപ്നവുമായ സാഖിർ ഖാനിയുടെ മരണം ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്. 2 ദിവസം മുന്നേ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഭാരതത്തിൽ ഒരിടവുമില്ല എന്ന സന്ദേശം ലോകം മുഴുവൻ ഉച്ചത്തിൽ മുഴങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീമന്ദർ മേഖലയിൽ സൈന്യം നടത്തിയ രഹസ്യ നീക്കങ്ങളും കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുമാണ് സാഖിർ ഖാനി എന്ന ഭീകരന്റെ മരണത്തിന് കാരണമായത്. സാഖിർ ഖാനി ഒളിച്ചിരിക്കുന്ന ഇടതൂർന്ന വനമേഖല വളഞ്ഞ നമ്മുടെ സൈന്യത്തിന്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും CRPFന്റെയും ഏകോപനം ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. വെടിയുണ്ടകൾ കൊണ്ട് പൊതിഞ്ഞ നിലയിൽ സാഖിർ ഖാനിയുടെ മൃതദേഹം കണ്ടെടുത്തു. ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ന് എത്രത്തോളം ആധുനികവും കൃത്യതയും ആർന്നതാണ് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. പഹൽഗാം ആക്രമണം എന്നത് ഭാരതീയരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി നിലനിൽക്കുകയായിരുന്നു. നിരവധി നിരപരാധികളുടെ ചോര വീണ ആ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാഖിർ ഖാനി കാശ്മീരിലെ യുവത്വത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിച്ച ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാന കണ്ണിയായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. പണ്ട് ഭീകരർക്ക് കാട്ടിലും നഗരത്തിലും എവിടെ വേണമെങ്കിലും ഒളിച്ചിരുന്ന് ആക്രമണം നടത്താമായിരുന്നു. എന്നാൽ ആർട്ടിക്കിൾ 370 ശേഷമുള്ള കാശ്മീരിന്റെ സാഹചര്യം അടിമുടി മാറി. സാഖിർ ഖാനിയെ പോലെയുള്ള ഭീകരർക്ക് പ്രാദേശികമായി ലഭിച്ചിരുന്ന പിന്തുണ ഇന്ന് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഭീകരർക്ക് ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ ഇന്ന് വൻ പ്രയാസവുമാണ്. രഹസ്യ വിവരങ്ങൾ കൃത്യമായി സുരക്ഷാ ഏജൻസികൾക്ക് നൽകുന്ന നാട്ടുകാരുടെ സഹകരണം തന്നെയാണ് ഈ വിജയത്തിന്റെ പ്രധാന അടിത്തറ. സാഖിർ ഖാനിയുടെ അന്ത്യം എന്നത് ലഷ്കർ ഇ തോയ്ബയുടെ ശൃംഖലയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. അവരുടെ മാസ്റ്റർ ബ്രെയിൻ ഇല്ലാതായതോടെ ആ സംഘടനയുടെ പ്രവർത്തനം തന്നെ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ ഓപ്പറേഷൻ വിജയിച്ചതിന്റെ പിന്നിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. നിരീക്ഷണ ക്യാമറകളുടെ കണ്ണിൽ ഭീകരർ ആദ്യമായി കുടുങ്ങിയത് മീമന്ദർ പ്രദേശത്ത് വെച്ചാണ്. ആ നിമിഷം മുതൽ നമ്മുടെ ജവാന്മാർ ആ പ്രദേശത്തിന് ചുറ്റും ശക്തമായൊരു വലയം തീർത്തു. ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളും ആധുനിക സെൻസറുകളും ഉപയോഗിച്ച് ഭീകരരുടെ ഓരോ നീക്കവും സൈന്യം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ വളരെയധികം വലുതാണ്. ഇടതൂർന്ന വനം, പ്രതികൂലമായ കാലാവസ്ഥ, ഏതു നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യം, ഇതിനെല്ലാം അതിജീവിച്ചാണ് നമ്മുടെ ധീര ജവാന്മാർ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയത്. സാഖിർ ഖാനി മരിച്ചുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അതൊരു കേവലം വാർത്തയായല്ല കാണേണ്ടത്, സൈന്യത്തിന്റെ ആത്മവീര്യത്തിന്റെ വിജയമായിട്ട് വേണം കാണാൻ. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇയാൾ എവിടെ പോയി ഒളിച്ചാലും തങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിയുമെന്ന ഉറച്ച ബോധ്യമായിരുന്നു സൈന്യത്തിനുണ്ടായിരുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് ഈ ഓപ്പറേഷനിൽ പ്രകടമായത്. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയുടെ സുരക്ഷാ നയം സീറോ ടോളറൻസ് എന്നതിലേക്ക് മാറിയിരിക്കുന്നു. ഭീകരതയോട് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന നയം വ്യക്തമാണ്. ഈ നയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാശ്മീരിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നു വരുന്ന ഇത്തരം ഓപ്പറേഷനുകൾ. സാഖിർ ഖാനിയെ പോലെയുള്ളവരെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വഴി രാജ്യവിരുദ്ധ ശക്തികൾക്ക് കൊടുക്കുന്ന ശക്തമായ സന്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ: നിങ്ങൾ ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്താൽ നിങ്ങൾക്കുള്ള മറുപടി മരണമായിരിക്കും. പഹൽഗാം മുതൽ ഷോപ്പിയാൻ വരെയുള്ള ഓരോ സംഭവവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഭീകരവാദത്തിന്റെ വേരുകൾ അറുത്തു കളയുക എന്ന ലക്ഷ്യത്തിൽ നമ്മുടെ സുരക്ഷാ സേന സജ്ജമാണ്. ഭീകര സംഘടനകൾക്ക് വിദേശത്തു നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ തടയാൻ NIA പോലുള്ള ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ മറ്റൊരു വലിയ നേട്ടം കൂടിയാണ്. കള്ളപ്പണം ഒഴുക്കി ഭീകരതയെ വളർത്തുന്ന രീതി ഇന്ന് നമ്മുടെ ഏജൻസികൾ സമർത്ഥമായി പൊളിച്ചെടുക്കുന്നുണ്ട്. സാഖിർ ഖാനിയുടെ മരണത്തോടെ ലഷ്കർ ഇ തോയ്ബയുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും വലിയൊരു ഇടിവുണ്ടാകും. ഈ വിജയത്തിന്റെ മറ്റൊരു വശം കാശ്മീരിലെ ജനങ്ങളുടെ മാറുന്ന മനസ്ഥിതിയാണ്. ഒരു കാലത്ത് ഭീകരർക്ക് വേണ്ടി കല്ലെറിയാൻ ആളുണ്ടായിരുന്ന തെരുവുകളിൽ നിന്ന് വിനോദസഞ്ചാരികളുടെ തിരക്കാണ്. വികസനത്തിന്റെയും പുതിയ പദ്ധതികൾ ഓരോന്നായി കാശ്മീരിലെ ഗ്രാമങ്ങൾ എടുത്തു കഴിഞ്ഞു. ടൂറിസം മേഖലയിലെ ഈ വളർച്ച കാശ്മീരിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു. ഭീകരത ഇല്ലാതായാൽ മാത്രമേ വികസനം സാധ്യമാകൂ എന്ന് കാശ്മീരിലെ സാധാരണ ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഷോപ്പിയാൻ പോലുള്ള ജില്ലകളിൽ നിന്ന് ഭീകരതയുടെ നിഴൽ പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതെല്ലാം സാധ്യമായത് നമ്മുടെ സൈന്യത്തിന്റെ അർപ്പണബോധം കൊണ്ടാണ്. തങ്ങളുടെ വീടും കുടുംബവും ഉപേക്ഷിച്ച് അതിർത്തിയിലും കാടുകളിലും കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ ത്യാഗം കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. സാഖിർ ഖാനിയുടെ അന്ത്യം എന്നത് ആ ധീര ജവാന്മാർക്ക് സമർപ്പിക്കുന്ന ഒരു ആദരവ് കൂടിയാണ്. പഹൽഗാം ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചവരുടെ ആത്മാക്കൾക്ക് ലഭിക്കുന്ന നീതിയാണിത്. ഇന്നത്തെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തമായ ഒന്നായി മാറിയിരിക്കുന്നു.
അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ തടയാൻ നമ്മൾ ഉപയോഗിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ന് ലോകരാജ്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുമുണ്ട്. സക്കീർ ഖാനിയെ പോലെയുള്ളവരെ വധിക്കാൻ സൈന്യത്തിന് സാധിച്ചത് ഇത്തരം ആധുനിക പരിശീലനവും മികച്ച ഏകോപനവും കൊണ്ട് മാത്രമാണ്. ജമ്മു കാശ്മീർ പോലീസ്, CRPF, ഇന്ത്യൻ ആർമി എന്നിവർ തമ്മിലുള്ള ഈ ഏകോപനം വളരെയധികം മികച്ചതാണ്. എന്ത് വിവരം ലഭിച്ചാലും അത് പരസ്പരം കൈമാറാനും പെട്ടെന്ന് നടപടിയെടുക്കാനും ഈ ഏകോപനം സഹായിക്കുന്നു. ഷോപ്പിയാൻ ഓപ്പറേഷനിൽ ഈ ഏകോപനത്തിന്റെ വിജയം നമുക്ക് കാണാൻ സാധിച്ചു. ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ ഒരു ചെറിയ പഴുതുപോലും നൽകാതെ വനം വളയാൻ ഈ ഏകോപനം സഹായിച്ചു. ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഭീകരരെ കണ്ടെത്താനും അവരെ നിർമ്മാർജ്ജനം ചെയ്യാനും ഈ സംവിധാനങ്ങൾ തന്നെയായിരിക്കും സഹായിക്കുക. ഇന്ത്യയുടെ സുരക്ഷാ കവചം ഇന്ന് കരിങ്കല്ല് പോലെ ഉറപ്പുള്ളതാണ്. അതിനെ ഭേദിക്കാൻ ഒരു ഭീകരനും കഴിയില്ല. പാകിസ്ഥാന്റെ പരാജയപ്പെട്ട തന്ത്രങ്ങളെക്കുറിച്ച് പറയാതെ വയ്യ. കാശ്മീരിൽ അശാന്തി പുകച്ചുവിടാൻ അവർ എത്ര ശ്രമിച്ചാലും അതിനെല്ലാം തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഭീകരതയുടെ കേന്ദ്രമായ ലോകം പാകിസ്ഥാനെ മുദ്രകുത്തി കഴിഞ്ഞു. അവിടെ നിന്ന് പരിശീലനം ലഭിച്ചു വരുന്ന ഭീകരർക്ക് ഇന്ത്യയുടെ മണ്ണിൽ അധികകാലം ജീവിക്കാൻ കഴിയില്ല എന്ന് സക്കീർ ഖാനിയുടെ മരണം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. സക്കീർ ഖാനിയെ പോലെയുള്ളവരുമായുള്ള ബന്ധം പാകിസ്ഥാന്റെ ഭീകരമുഖം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നു. എത്രയൊക്കെ അവർ നിഷേധിച്ചാലും ഇത്തരം ഭീകരരുടെ മരണശേഷം ലഭിക്കുന്ന തെളിവുകൾ അവരെ പ്രതികൂട്ടിലാക്കുന്നു. ഭാരതം ഇന്ന് ഭീകരതയ്ക്കെതിരെ മാത്രമല്ല, ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെയും ശക്തമായ സ്വതന്ത്ര നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഏത് ഫോറത്തിലും ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് ഇന്ന് വളരെയധികം ശക്തമാണ്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ജവാന്മാരുടെ മനോവീര്യമാണ്. ദിവസങ്ങളോളം കാട്ടിൽ ഒളിച്ചിരുന്ന് ഉറക്കമില്ലാതെ, ഭക്ഷണം പോലും വേണ്ടത്ര ലഭിക്കാതെ പോരാടുന്ന ആ ജവാന്മാരെ നമിക്കണം. സക്കീർ ഖാനിയുടെ മൃതദേഹം കണ്ടെത്തുന്നതിനായി നടത്തിയ 4 ദിവസത്തെ തിരച്ചിൽ വളരെയധികം കഠിനമായിരുന്നു. ആ സമയം അത്രയും അവർ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു. അവരുടെ മനക്കരുത്ത് കൊണ്ട് മാത്രമാണ് ഭീകരവാദ നട്ടലൊടിക്കാൻ നമുക്ക് കഴിയുന്നത്. ഓരോ ഭീകരനെ വധിക്കുമ്പോഴും നമ്മുടെ സേനയുടെ ആത്മവിശ്വാസം കൂടുകയാണ്. ഭീകരതയ്ക്ക് ഒരിടവും നൽകില്ല എന്ന പ്രതിജ്ഞ അവർ ഓരോ നിമിഷവും പാലിക്കുന്നു. ഈ ജവാന്മാർ കാവൽ നിൽക്കുന്നിടത്തോളം കാലം ഭാരതം സുരക്ഷിതമായിരിക്കും. അവരുടെ കുടുംബങ്ങളുടെ ത്യാഗം കൂടി ഈ വിജയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ വിജയം രാജ്യത്തിന് അഭിമാനം കൂടിയാണ്. ഈ വാർത്ത നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അനാവശ്യമായ ഭയത്തിന് ഇനി സ്ഥാനമില്ല. കാശ്മീർ ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. ഭീകരതയുടെ നിഴൽ ഒഴിഞ്ഞു മാറുന്നതോടെ കാശ്മീർ വീണ്ടും ലോകത്തിന്റെ സ്വർഗമായി മാറും. വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഇന്ന് അവിടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നു. പഹൽഗാം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് സന്ദർശകരുടെ തിരക്കാണ്. സക്കീർ ഖാനിയുടെ മരണം പോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും. എന്നാൽ ഓരോ സംഭവവും ഭീകരതയുടെ തകർച്ചയിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടുന്നത്. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് സർക്കാരിനും സുരക്ഷാ സേനയ്ക്കും ഒപ്പമാണ്. അവർ വികസനത്തെ സ്വീകരിക്കുന്നു. ഇനിയൊരു ഭീകരനും ഈ മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഓരോ ഭാരതീയനും ഉറച്ചു വിശ്വസിക്കുന്നു. ഭാരതത്തിന്റെ മണ്ണിൽ സമാധാനം പുലരും. അത് വൈകാതെ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഷോപ്പിയാനിലെ ഓപ്പറേഷൻ ഭീകരതയുടെ അസ്തമനത്തിന്റെ തുടക്കം കൂടിയാണ്. ഓരോ ഭീകരന്റെയും അന്ത്യം ഇന്ത്യയുടെ ജനാധിപത്യത്തിന് സമാധാനത്തിന് ലഭിക്കുന്ന വലിയൊരു വിജയമാണ്. രാജ്യം ഒന്നടങ്കം നമ്മുടെ സുരക്ഷാ സേനയെ പിന്തുണയ്ക്കുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ മണ്ണടിഞ്ഞതോടെ ഇനിയും ഒളിച്ചിരിക്കുന്ന ഭീകരർക്ക് ഇതൊരു വലിയ താക്കീത് കൂടിയാണ്. ഭാരതം ഇന്ന് പഴയ ഇന്ത്യയല്ല. നമ്മുടെ സേനകളുടെ കൈകൾക്ക് ഇന്ന് വലിയ കരുത്തുണ്ട്. ആ കരുത്ത് ഉപയോഗിച്ച് ഏത് ഭീകര ശക്തിയെയും ഇല്ലാതാക്കാൻ ഇവർക്ക്, അതായത് സൈന്യത്തിനും ഇന്ത്യക്കും കഴിയും. ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ശുഭവാർത്തകൾ കാശ്മീരിൽ നിന്നും കേൾക്കാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമാധാനത്തിന്റെ പുതിയ സൂര്യോദയം കാശ്മീരിൽ പുലരുകയാണ്. ഭാരതത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ സൈന്യം എപ്പോഴും സജ്ജവുമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.